ഹായ് ഗൈസ്, അപ്പം ഞമ്മ പോകുന്നതെന്ന് പറഞ്ഞെങ്കിൽ കാസർഗോഡ് വിദ്യാനഗറിന്ന് മടിക്കേരി ഡുബാരെ എലിഫൻ്റ് ക്യാമ്പ് ആനത്താവളം കാസർഗോഡ് നിന്ന് പോകുന്നതാണ്. മടിക്കേരിയിൽ നിന്ന് 33 കിലോമീറ്റർ ഉണ്ട്. ഞങ്ങൾ മടിക്കേരി എത്താറായിട്ടുണ്ട്. ഇതിന് മുമ്പുള്ള വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല, രാവിലെ ഇറങ്ങിയതുകൊണ്ട് 5 മണിക്ക് 5 മണിക്കാണ് അങ്ങ് ഇറങ്ങിയത്. അപ്പോൾ ഇരുട്ടായതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ വെളിയിൽ വന്നിട്ടാകുമ്പോഴാണ് വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. മടിക്കേരി എത്താറായി. അങ്ങനെ നമ്മൾ ചെർക്കള വഴി മുള്ളേരിയ, സുള്ളിയ, ജാൽസൂർ, സുള്ളിയ, മടിക്കേരിയിൽ നിന്ന് ഗുണ്ടേശ്വറിന്ന് തെറ്റിപ്പോകണം. കുസാൽ നഗർ മൈസൂർ റൂട്ട്, മടിക്കേരി കുസാൽ നഗർ മൈസൂർ റൂട്ടിൽ നിന്ന് ഗുണ്ടേശ്വർ എത്തുമ്പോൾ റൈറ്റിലോട്ടാണ് തിരിഞ്ഞു പോകേണ്ടത്. ഇപ്പം ഞങ്ങൾ മടിക്കേരിക്ക് കുറച്ച് മുമ്പായിട്ട് ഒരിടത്ത് ഞങ്ങൾ ചായയും പലഹാരങ്ങളൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അത് കഴിക്കാനിടയിൽ നിർത്തിയതാണ്. ഒരു മണ്ണിടിച്ചിൽ ഏരിയയാണ്, ഉരുൾപൊട്ടിയ സ്ഥലമാണ്. നല്ല കാണാൻ പാങ്ങുള്ള സ്ഥലമായതുകൊണ്ട് അവിടെ നിർത്തിയിട്ട് ചായയൊക്കെ കുടിച്ചിട്ട് അവിടുന്ന് അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ചായ കുടിച്ചിട്ട് ഉണ്ണിയപ്പവും ചായയും കൊണ്ടുപോയത് കുടിച്ചിട്ട് അവിടുന്ന് വിട്ട് അങ്ങനെ മടിക്കേരിയെല്ലാം കഴിഞ്ഞിട്ട് അങ്ങ് 10 കിലോമീറ്റർ കഴിഞ്ഞിരിക്കുകയാണ്. ഇത് മടിക്കേരിയിൽ നിന്ന് 33 കിലോമീറ്റർ ഉണ്ട്. ഡുബാരെ എന്ന് പറയുന്ന ആനത്താവളം കുറേ പ്രാവശ്യം പോയതാണ്. പോയതൊന്നും ആനനെ കാണാൻ പറ്റിയിട്ടില്ല. അവിടുന്ന് ടിക്കറ്റ് കിട്ടാത്തതായിട്ടും പല കാരണങ്ങളാൽ പോകാൻ പറ്റാത്ത തിരിച്ചു വന്നതാണ്. അങ്ങനെ ഇന്ന് നിർബന്ധമായിട്ട് കാണുമെന്ന് പറഞ്ഞതുകൊണ്ടാണ് അത്ര രാവിലെ ഞങ്ങൾ പുറപ്പെട്ടത്. ഒരു പ്രാവശ്യം പോയിട്ട് ക്യൂ കണ്ടതുകൊണ്ട് പേടിച്ചിട്ട് തന്നെ ബൈലിട്ട് വന്നിട്ട് ആ ക്യൂ കണ്ടിട്ട് ഇവിടെ നിന്നാണ് തെറ്റേണ്ടത്. ഇതാണ് ഗുണ്ടേശ്വർ. മടിക്കേരി കുസാൽ നഗറിന് ഒരു 10 കിലോമീറ്റർ ഇപ്പുറം ഗുണ്ടേശ്വർ എന്നാണ് റൈറ്റിലേക്ക് തെറ്റേണ്ടത്. അങ്ങനെ ഒരു പ്രാവശ്യം പോയിട്ട് മടങ്ങിയിട്ട് വന്ന് പിന്നെ ഒരു പ്രാവശ്യം പോയിട്ട് രാവിലെ ഇവിടുത്തെ ടൈം എന്ന് പറയുന്നത് രാവിലെ 8:30 മുതൽ 11 മണി വരെയും വൈകുന്നേരം 4:30 മുതൽ 5:30 വരെയാണ്. അങ്ങനെ അവിടെ എത്തിയിരിക്കുകയാണ്. ഞങ്ങളിത് എവിടെയാണ് സ്ഥലം. ഇവിടുന്ന് ബോട്ടിലാണ് മുമ്പൊക്കെ പോയിക്കൊണ്ടായിരുന്നത്. ഇന്ന് നോക്കുമ്പോൾ ക്ലോസ്ഡ് എന്നൊക്കെ കാണിക്കണ്ടായിരുന്നു ഗൂഗിളിൽ നോക്കുമ്പോൾ. പക്ഷെ ക്ലോസ്ഡ് എന്ന് കാണിച്ചത് സംഭവം ബോട്ടില്ലാത്തതുകൊണ്ടാണ് ക്ലോസ്ഡ് എന്ന് കാണിച്ചത്. ബോട്ട് ക്ലോസ് എന്ന് മാത്രം. അപ്പോൾ നടന്നു പോകണം, വെള്ളത്തിലൂടെ നടന്നു പോകണം. ഒഴുകുന്ന നല്ല തണുത്ത വെള്ളത്തിലൂടെ നടന്നു പോകണം. ബോട്ടിൽ പോകുന്നത് വേറെ ഒരു സുഖം തന്നെ. എന്നെങ്കിലും ഇത് വെള്ളത്തിൽ പോകുന്ന എല്ലാറ്റും നല്ല സുഖം. തണുത്ത വെള്ളം എന്ന് പറഞ്ഞെങ്കിൽ ഫ്രിഡ്ജിലത്തെ വെള്ളം പോലത്തെ വെള്ളം. വേറെ തന്നെ ഒരു ഇതാണ്. എന്ത് പറയുന്ന ബോട്ടിലൊക്കെ പോയെങ്കിൽ ഈ ഒരു രസം കിട്ടാല. വേറെ തന്നെ ഒരു വൈബ് പറയാൻ പറ്റാല. പറഞ്ഞിട്ട് മനസ്സിലാക്കി തരാൻ കഴിയില്ല. അങ്ങനത്തെ വൈബ് വെള്ളത്തിലെന്ന് പറഞ്ഞെങ്കിൽ കുഴികളിലെടുത്തെല്ലാം ചാക്കിലേക്ക് പൊയ്യ ഇട്ടിട്ട് നിറച്ചിട്ട് വെച്ചിരുന്നു. കുഴികളിലെടുത്ത് കുറച്ച് പ്രായമുള്ള ആൾക്കെല്ലാം പോകാൻ ബുദ്ധിമുട്ടാണ്. നമുക്ക് പോകുന്ന എല്ലാവരും കയ്യെല്ലാം പിടിച്ചിട്ട് ഇതാ ബാക്കിൽ ബാക്കിൽ നിന്ന് വരുന്നുണ്ട്. സ്റ്റാർട്ടായ എത്ര സമയം 8:30 മണിയാണ് ടിക്കറ്റ് കൊടുക്കാനെന്ന് പറഞ്ഞിന്. അപ്പോൾ ടിക്കറ്റ് കൗണ്ടർ മുമ്പ് ബോട്ടിൽ പോകുന്നുണ്ടെങ്കിൽ ഇപ്പുറത്തുനിന്ന് തന്നെ എടുക്കേണ്ടതാണ്. ഇത് ബോട്ടിലല്ലാത്തത് കൊണ്ട് നടന്നു പോയിട്ട് അപ്പുറത്തുനിന്ന് ടിക്കറ്റ് എടുക്കേണ്ടതാണ്. ബോട്ടിൽ പോകുന്നുണ്ടെങ്കിൽ അന്ന് പറഞ്ഞിരുന്നത് 180 ഉറുപ്പ്യ ഒരാൾക്ക്. ഇപ്പോൾ ബോട്ടല്ലാണ്ട് നമ്മൾ നടന്നു പോയിട്ട് അവിടെ നിന്ന് എടുക്കുന്നതുകൊണ്ട് 120 ഉറുപ്പ്യാണ്. അപ്പോൾ 60 രൂപ ബോട്ടിൻ്റെ ചാർജ് ആയിരിക്കും. വെള്ളത്തിൽ നടന്നു പോകുന്ന എന്തോ ഒരു സുഖം തന്നെ. എന്താ നല്ലൊരു വൈബുള്ള സംഭവം തന്നെ. എത്രയോ നടക്കാനുണ്ട്. ചിലയിടത്ത് വള്ളിയെല്ലാം കെട്ടിയിട്ടുണ്ട് പിടിച്ച് നടക്കാൻ വേണ്ടിയിട്ട്. ചിലയിടത്ത് നല്ല കുയ്യുണ്ട്. മീനെല്ലാം ഉണ്ട്. പുള്ളന്മാർ മീനെല്ലാം പിടിക്കുന്നുണ്ട് അതിനിടയിൽ നിന്ന് കൈയോട്. ഇടയിൽ നിന്ന് ചാക്കിട്ടിന് കുയ്യിലെടുത്ത്. ചിലയിടത്ത് പാറയുണ്ട്. ഇത് രണ്ടാമത്തെ പ്രാവശ്യം നമ്മൾ വന്നിട്ട് രാവിലെ വന്നിട്ട് ലേറ്റായി. സമയം വൈകിട്ട് അന്ന് ടിക്കറ്റ് കിട്ടിയില്ല.
അങ്ങനെ വൈകുന്നേരം പോകുന്നിടത്ത് പിന്നെ ഞങ്ങൾ വൈകുന്നേരം പോകാൻ വിചാരിച്ചിട്ട് ഞങ്ങൾ അവിടുന്ന് കുസാൽ നഗർ ബുദ്ധക്ഷേത്രത്തിലെല്ലാം പോയി മൊനാസ്ട്രിയെല്ലാം പോയിട്ട് തിരിച്ചു വരുമ്പോഴേക്ക് വൈകുന്നേരം 4:30 മണിക്ക് എത്തേണ്ടത് 5 മണി അതിനെത്തുമ്പോൾ അത് 5:30 മണി വരെ ടിക്കറ്റ് കൊടുക്കുന്നത്. അങ്ങനെ ഞങ്ങൾ 4:30 മണിക്ക് എന്തോ ഞങ്ങൾ എത്തിന്. അങ്ങനെ 5:30 മണി വരെ ടിക്കറ്റ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ എത്തിയിട്ട് ലാസ്റ്റ് 10 ആളെ ബാക്കിൽ നിന്ന് ഞാൻ മാമ്പളേക്ക് ടിക്കറ്റിൻ്റെ സമയം കഴിഞ്ഞ് 5:30 മണി 1 മണിക്കൂർ എന്തോ ഞങ്ങൾ ക്യൂ നിന്നിട്ട് എന്നിട്ട് ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല. രണ്ടാമത്തെ പ്രാവശ്യം ഇതിപ്പോൾ 3-ാമത്തെ പ്രാവശ്യം വന്നതാണ്. നല്ല ഒരു കാണാൻ ഭംഗിയുള്ള അത്രയ്ക്കും നല്ല ശ്യാമസുന്ദരമായ സ്ഥലം, പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്രയും സുന്ദരം. എല്ലാവരും ഒരുക്കം കോഴിക്ക് വരുന്നു, അത്ര പാങ്ങുണ്ട്. എൻ്റെ അറിവിൽ കാസർഗോഡ് നിന്ന് ആരും പോയതായിട്ടിപ്പോൾ നമ്മളെ ഫാമിലിയിലും നമ്മൾ ബന്ധപ്പെട്ട ആളും നമുക്കറിയുന്ന ആളായിട്ട് ആരോട് പറഞ്ഞിട്ടാകുമ്പോൾ ആരും പോയ ആളില്ല. അപ്പോൾ ആരും അത്ര അറിയാത്തത് കൊണ്ട് എന്തെന്ന് അറിയുന്നില്ല. നമ്മളെ മലയാളികൾ ഉള്ളതും കുറവ് തന്നെ ഉണ്ട്. ആ ഭാഗത്തു നിന്നെല്ലാം വരുന്നുണ്ട്. കണ്ണൂർ കോഴിക്കോട് ഭാഗത്തു നിന്നെല്ലാം വന്ന ആളെല്ലാം കണ്ടിന്. കാസർഗോഡ് ആൾ ആരും ഉണ്ടായിട്ട. കാസർഗോഡ് ആൾക്ക് അടുത്തായത് കൊണ്ടായിരിക്കും എന്നൊന്നും അറിയില്ല. എല്ലാവരും ഒരു പ്രാവശ്യമല്ല 2-3 പ്രാവശ്യം വന്നെങ്കിൽ ഇത് മൊത്തം ഒന്ന് കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന മാതിരിയുള്ളൂ. ഞമ്മ ഇത്ര ഒന്നും പാങ്ങുണ്ടാവുമെന്ന് വിചാരിച്ചിട്ടേ ഇല്ല. മാത്രം ഞമ്മ അത്ര ഭാഷയിൽ വന്നതില്ലെങ്കിൽ 2 വട്ടം വന്നിട്ടും 3 വട്ടം വന്നിട്ടും നമുക്കിത് കാണാൻ പറ്റിയിട്ടില്ല. ആ ഒരു രീതിയിൽ വന്നതാണ്. എന്നിട്ട് ആ ബോട്ടിൽ ഇല്ലാത്ത ഈ നടന്നിട്ട് വരാൻ പറ്റിയത് ഞങ്ങൾ വലിയ ഹൈറായിപ്പോയി. നമുക്ക് വലിയൊരു ഭാഗ്യം നമ്മൾ അത്രയും പാങ്ങുണ്ടായി. എന്താ ഫുള്ള് വെള്ളവും ഇങ്ങനെ പോകുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ നിന്ന് ചാക്ക് ഇട്ടിട്ടുണ്ട് കുയ്യലിലെടുത്ത്. അല്ല ഇതിപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയും അതല്ലേ എന്തോ ഒരു സാഹസികത നിറഞ്ഞ ഒരു സ്ഥലമാണ്. എത്രയോ നടക്കാനുണ്ട്. ഇനിയും കുറേ പോകാനുണ്ട്. ഒരു പുഴ മൊത്തത്തിൽ കടക്കാനുള്ളതാണ്. അങ്ങനെ ഞങ്ങൾ ഇക്കരെത്താനായി, കര കയറാനായി. ഡുബാര ആനത്താവളം, ഡുബാര ആനത്താവളത്തിലേക്ക് ഞങ്ങൾ അങ്ങനെ കാല് വെക്കുന്നുണ്ട്. അങ്ങനെ കയറി പോകുന്നുണ്ട്. ഇവിടുന്ന് ഇനി കുറച്ച് കല്ലിട്ട പാതയിലൂടെ നടക്കാനുണ്ട്. വേറെ തന്നെ ഒരു നാടാണിത്, വേറെ തന്നെ ഒരു നാട്. ഇവിടെ ഈ നാട് എന്ന് പറഞ്ഞെങ്കിൽ ഇവിടെ വേറെ തന്നെ അംഗനവാടിയും സ്കൂളും അങ്ങനെല്ലാം ഉണ്ട്. അത് വേറെ തന്നെ ഒരു ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരും ഇവിടുത്തെ എല്ലാ സ്റ്റാഫെല്ലാം ഇവിടെ തന്നെയാണ് താമസിക്കുന്നത്. അതുകൊണ്ട് അവരുടെ മക്കൾ പഠിക്കാനുള്ള അംഗനവാടിയൊക്കെ അങ്ങനെ അത് ഞങ്ങൾ ഡുബാര എലിഫൻ്റ് ക്യാമ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്നാണ് ഇനി ടിക്കറ്റ് എടുക്കേണ്ടത്. ഒരാൾക്ക് 120 റുപ്യ. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റെല്ലാം എടുത്ത് ഒരാൾക്ക് 120 റുപ്യ പോലെ ഞങ്ങൾ ടിക്കറ്റ് എടുത്തിട്ട് അങ്ങനെ ദുബാര എലിഫൻ്റ് ക്യാമ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. ബാക്കിയുള്ള ആനകളുടെ വിശേഷങ്ങളും മറ്റും ആനകളുടെ പരിപാടികളും കാഴ്ചകളും ആനക്കുളികളും ആന നീരാട്ടുമെല്ലാം അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് കാണിക്കുന്നതാണ്. ഇതടുത്തൊന്നും ഇത് തോട്ടല്ലേ ചെയ്യാലോ തൊട്ടിട്ട് ഞാൻ പണ്ട് അമ്പലത്തിൽ നിന്ന് വരുന്നുണ്ട് തേങ്ങ വാങ്ങാൻ. അപ്പൊ ഉണ്ട് ഞങ്ങക്ക് തേങ്ങ വാങ്ങാൻ വന്നോ.
ഇതെന്ത് കുറച്ചല്ലേ 5 ടൈം തുടങ്ങുന്നോ? 5 ടൈം തുടങ്ങുന്നോ? അല്ല എന്താ ക്യാമ്പ് ഉണ്ടില്ല? ഈ ഒന്ന് തന്നെയുള്ളാനാ? അതന്നെ അതുപോലെ പോയക്കേന്റെ തോറുന്നുണ്ടായാലും ആടെ ഇരിക്കോ സൈഡിക്ക് അവിടുത്തെ പോയക്കോയാ? പോയക്കോ ഇത് വാ, പോയാലും നോക്കാം, വെള്ളം തെറിപ്പിക്കും വാ. അതിന്റെ മൂക്കിലെറിപ്പിക്കുന്ന വെള്ളം അത് ഓർമ്മ വേണോ? വാ തുമ്പക്കൈ മൂക്ക്. നീ എന്ത് കൊറേ ഉണ്ട് എടുത്തത്? ആണെന്റെ കണ്ണ് ചെറുതല്ല. അതെ കൊമ്പണ്ടില്ല. അതിന്റെ ഉള്ളിൽ അയച്ചാക്ക് പേടിയാതില്ലേ? മുള്ളിന്റെ വടിയിൽ പാട്ടുന്നു. അത് നമ്പലാവാൻ വേണ്ടിയിട്ട്, നമ്പലാവാൻ അനുസരിക്കാണ് പറയുന്നത്. അതിന് വേണ്ടിട്ട് അല്ല ഓരെന്താക്കി അതിൽ ആന ഇരുന്നുണ്ട്. കൊമ്പ് കൊടുക്കുന്നു, അതിന് ഇത് തിന്നാൻ കൊടുക്കുന്നു. ഈ വെള്ളത്തിലാ കുളിക്കാൻ വരുന്ന ഇടാതാണ് ഇങ്ങോട്ടേക്ക് വെള്ളം വരുന്നത്. ചെയ്യാനൊക്കെ നല്ല സ്പീഡുണ്ട്, സ്റ്റാമിന ഉണ്ട്. അതിനില്ല, അത് വെള്ളം തൂറുക, അത് മനസ്സില്ല. ഇതില്ലേ അതിന് പോകാൻ പാടില്ല, ഒരെണ്ണം വിളിച്ച് ഇവിടെ നിൽക്കാലോ. ഇവിടെ സുന്നത്താക്കിട്ടാണ് ഹിന്ദു. അപ്പൊ എന്നെ ഗണേശ് അങ്ങനെ പേരുണ്ടാവും. അയ്യോ കയ്യില് വീത്തുന്ന കാണുന്നത്. ആ ഇപ്പൊ തെറിപ്പിക്കും. ഇത് തൂറാനും ഭിത്തിക്കാനല്ല കൊണ്ടുവരുന്നത് എന്നിട്ട് അറിഞ്ഞാ. ഇത് പിന്നെ നമുക്ക് കാണിക്കാൻ വേണ്ടി തോന്നുന്നറിഞ്ഞാ. അപ്പൊ ഇപ്പൊ ഈ വെള്ളം നമുക്ക് തെറിപ്പിക്കും. മാത്രം പോകുന്ന വെള്ളം അഡ്ജസ്റ്റ് ഇല്ല. ഇപ്പൊ തൂറിയ ഭിത്തിയെല്ലാം അങ്ങോട്ട് പോയില്ല. അങ്ങോട്ടേക്ക് പോയതോ ഇതാ തെറിപ്പിക്കും ഇപ്പൊ. അല്ല വെള്ളം തെറിപ്പിക്കോ? തെറിപ്പിക്കുന്നത്
കരിയുന്നുണ്ട്, കരിഞ്ഞിട്ട് വെള്ളത്തിന്റെ സീലുണ്ട്. വെറുതെ ഇങ്ങനെ കാട്ടിലുണ്ട് അലക്കി കൂടെ അല്ലേ. സാഡ്, സോ സാഡാന്ന് പാട്ടങ്ങനെ കേസ് കൊടുക്കും. പാട്ടുണ്ട്. കണ്ണെന്ന് വള്ളം വരുന്നത് കാണില്ലേ. അതിനെന്ത് നൊമ്പിലാണുണ്ടാവും. അല്ല അത് ഇരിക്കാൻ ചെല്ലുന്ന അങ്ങനെ കണ്ണെന്ന് വെള്ളം വന്നു. ചേച്ചി കുളിപ്പിക്കാനും അതാണ് കൊമ്പുണ്ടല്ല, ഇല്ല പെണ്ണാനക്കും കൊമ്പുണ്ട്, ചെറിയ കൊമ്പ്. ഇത് കൊമ്പല്ല ശരിക്കും പല്ലല്ലേ, ഇത് വലുതല്ല, അത് പെണ്ണാനല്ല. അത് പെണ്ണാന്താ അത് ചെറുത്. അതിനെന്താക്കണ്ട എന്താ ചെയ്യുന്നതിന് പെണ്ണായതുകൊണ്ട് കണ്ട കാലിൽ വെക്കുന്നുണ്ടോ കുത്തിരിക്കാന്. ആണിന് മാത്രം ഇതുണ്ട്. അത് കുളിച്ചിട്ടല്ല ഡെയിലി പോയതൊന്നും. ഇതൊരു പേറ്റിന് നമുക്ക് കാണിക്കാൻ വേണ്ടി കുളിപ്പിക്കുന്നതാ. ഇതിരിക്കായിട്ട് ഇതിന്റെ ചെവിക്ക് നല്ല വലിക്കണ്ടെന്ന്. അവിടെ പോയിട്ട് വേണമെങ്കിൽ എടുക്കാതാ തൊടുന്നെങ്കല്ലോ. ഏത് അങ്ങനല്ല, ഇതാണ് അത് പെണ്ണ്. കൊമ്പ് രണ്ടിനുണ്ടല്ലോ, പെണ്ണിന് കൊമ്പുണ്ടല്ലോ, കൊമ്പ് രണ്ടുണ്ടല്ലോ. അതിന് ഒരു പടിക്ക് 2 പക്ഷി. ആ പെണ്ണാനൊക്കെ കൊമ്പുണ്ടല്ലോ. എന്ത് ആടുന്ന് കാണുന്നില്ല. ഇങ്ങോട്ടേക്ക് വന്നേ ഇതിപ്പോ മുട്ടെത്തിയില്ല, എങ്ങനല്ല ഇരുന്നിട്ട അതിനെടുക്കല്ലോ ആടെ നിന്നിട്ട്. നിങ്ങൾ ഇയാൾക്ക് വെള്ളം എടുക്കാൻ വലിയ ഇങ്ങനെല്ലാക്കുന്നതാ. അത് നിങ്ങൾ വീഡിയോ കുറെ എടുക്കണ്ട, ഫോൺ ആങ്ങായിട്ട് എന്ത് നെങ്ങല. പിന്നെ അത് തീട്ടതാടന്നെ അതാണ് അതുമാണ് തന്നെ. കൊമ്പുണ്ടെങ്കിൽ ആന തന്നെടാ, ആണന്നെ എല്ലാം ആന തന്നെ. ആനല്ല ആന തന്നെ ആണെന്നല്ലേ. പെണ്ണാനൊക്കെ കൊമ്പുണ്ടല്ല. ഇല്ല അല്ല, അത് ചെറുത്, ഇത് കുറച്ച് വലുതാവാ.
ഓരോടത്തേക്ക് പോകുന്നുണ്ടാണ്. ഇവിടെ നായി ഇത് അതിൻ്റെ ഇടയിൽ ഇവിടെ ഇതുണ്ട് അതിൻ്റെ മണ്ണ് നേരെ പോയിട്ടാ ഇങ്ങനെ ഫോട്ടോ എടുക്കാതെ ആനൻ്റെ അടുത്ത് ആനന്റെ നീരാട്ട് കഴിഞ്ഞു. ആനന്റെ നീരാട്ട് കഴിഞ്ഞല്ലേ? ചങ്ങല തന്നെ കൊണ്ടുവന്നല്ലോ. പെരുന്നാളെല്ലാം നമുക്ക് പോവാ. പെരുന്നാളെല്ലാം നമുക്ക് പോവാ. വള്ളത്തില് കാലോക്കറാ. What is Dogesh Bhai doing here? ആന ചോറിയുന്നുണ്ടോ? What is Dogesh Bhai doing here? ആനക്ക് കുളിച്ചിട്ട് ചൊറിച്ചലൊന്നും മാറിയിട്ടേ ഇല്ല ഇപ്പൊ. ആനക്ക് കുളിച്ചല്ലാണ്ട് ചൊറിച്ചലൊന്നും മാറിയിട്ടാണ്. What is Dogesh Bhai doing here? നായി എന്താക്കുന്നല്ലോ. പെണ്ണിനാണ് കന്നി ഉണ്ട് കാണുമ്പോൾ. ചാച്ചുവിനെ അതിന്റെ അടിയിൽ പിടിച്ച് പോയറിനി. എന്റെ ഫോട്ടോ എടുക്കരുത്. അങ്ങനെയാ കൈ പൊന്തിക്കുന്നത്. കുഞ്ഞെടുത്തോ ചാജോ ചായ ഞങ്ങൾ ഒറ്റക്ക് പോണ്ട. എന്ത് തീരുക എനിക്ക് ഓടുത്ത കുഞ്ഞാനെടുത്തോ. എവിടെ ഇതാ ഇതത്ര കുഞ്ഞല്ലപ്പോ, പെരിയ കുഞ്ഞാണ്. പഠിപ്പിക്കുന്നുണ്ടോ തള്ളിയത് ഇതിനെന്ത് അതല്ലേ പരിപാടി ഉണ്ടാക്കാ കേക്കല്ലോ. ആരോട് ചോദിക്കുന്നു? ഇത് ചെറിയ ആണാന, ചെറിയ ആണാനണ്ടാ. ഇത് ഇത് ഈ വരുന്ന ചെറുത് കൊമ്പൊന്ന് വലുതായിട്ടാണ്ടാ. കുട്ടിയാന കുട്ടിയാന. അതാ കണ്ടിട്ടാ നോക്കുന്നുണ്ടോ അതിനടുത്താ.
അത് വന്നിട്ട് അപ്പന്നെ ഉസാറില് കണ്ടാ ചോദിക്കുന്നേ തിന്നാൻ. ഈ ചട്ടിന് തേങ്ങ ചേരിയോടോന്ന് പറഞ്ഞോ? ആ അല്ല ഉണ്ട മറ്റേ ഇത് അടിച്ചപ്പെട്ട് നോക്കുന്നുണ്ട് നായി. അവിടെ കാലി ചൊറിയുന്നുണ്ടോ? ഗൈസ്, ഇതാണ് ആനയെ മെരുക്കിയെടുക്കുന്ന സ്ഥലം. ആനയെ കാട്ടിൽ നിന്നും കൊണ്ടുവന്നിട്ട് അതിനെ പഠിപ്പിക്കുന്ന, മെരുക്കിയെടുക്കുന്ന എന്ന് പറയുന്ന, ബുദ്ധിയൊക്കെ പഠിപ്പിക്കുന്ന സ്ഥലമാണിത്. അതിൻ്റെ ഉള്ളിലൊരു ആനയുണ്ട്. അതാ കാണാ, തുമ്പിക്കൈയൊക്കെ നിങ്ങൾക്ക് കാണാതെ. അതാ തുമ്പിക്കൈ എനിക്ക് കാണാണ്ട. ഇതൊന്നുണ്ട്, ഇങ്ങനത്തെ 2 എണ്ണം ഉണ്ട്. ഇങ്ങനത്തെ ആനയെ മെരുക്കിയെടുക്കുന്ന സ്ഥലം. അതൊന്ന് ഇതാണ്. ഇവിടെ കൊടുന്നിട്ട് ഇതായിട്ടാണ് പിന്നെ പുറത്തോട്ട് ഇറക്കുന്നത്. ഇപ്പൊ തന്നെ സെൽഫി ഇട്, സെൽഫി ഇട്. ഇവിടെ കരട്ട് പാൻറ് ഇങ്ങനെ ഇട്ടു എല്ലാം ഇങ്ങനെ നോക്കും. ഇതാ പയ്യുണ്ട്, അതാ പയ്യല്ല അതാടെ. ഇത് ഇത്ര വലുതാ സ്ഥലവും. പുളി നോക്കല്ല അമ്മായി. ഇതെവിടെ പുളി? ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ. ഇല്ലല്ലോ കട്ടിലൊക്കെ കിട്ടുന്നല്ലോ എല്ലാവരും. കാട്ടിൽ വേഗം വിടുന്ന. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, കമൻ്റ് ഇടുക, സബ്സ്ക്രൈബ് ചെയ്യുക.